തൃശൂർ മലയ്ക്കപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം 3 പേർക്ക് പരിക്കേറ്റു. മയിലാടുംപാറ സ്വദേശികളായ രാജകുമാരി, രാജ, കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ജേസൺ, കാട്ടാനക്കൂട്ടം നീങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം. അതിൽ ഒരു ആനയാണോ ഈ തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുത്തത്? പരിക്ക് എങ്ങനെയാണ്? ഗുരുതരമാണോ? സ്മൃതി, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പ്രദേശമാണ് ഈ മലക്കപ്പാറ എന്ന് പറയുന്നത്. അതിനപ്പുറത്ത് വാൽപ്പാറയും മലക്കപ്പാറ എന്നൊക്കെ പറയുന്നത് വനഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളാണ്, കൊടുങ്കാടാണ്. ഈ പ്രദേശത്ത് ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളാണ് തേയിലത്തോട്ടങ്ങളും നിരവധി നൂറുകണക്കിന് തൊഴിലാളികളുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായ കാട്ടാന ശല്യം ഇവിടെയുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇപ്പോഴുണ്ടായ ആക്രമണത്തെ കാണാൻ. 3 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ രാജകുമാരിക്ക് കൈക്കാണ് കുത്തേറ്റിരിക്കുന്നത്, കാട്ടാനയുടെ കുത്തേറ്റിരിക്കുന്നത്. കൈക്ക് കാര്യമായ പരിക്കുണ്ട്, പക്ഷേ അതൊരു ഗുരുതരമായ സാഹചര്യം ഇല്ലെങ്കിൽ പോലും കൈയിന് കാര്യമായ ഒരു പരിക്കുണ്ട്. രാജകുമാരി, രാധ, അതുപോലെ തന്നെ കുമാർ എന്നീ 3 പേർക്ക് 3 തോട്ടം തൊഴിലാളികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ പ്രദേശത്ത് കാട്ടാനകളുടെ ശല്യം അതീവ രൂക്ഷമാണ്. പരാതിയും ഇവരുടെ ലയങ്ങൾ ഉൾപ്പെടെ നശിപ്പിക്കുന്ന സ്ഥിതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച എന്ന് വേണം. ഇവർ തൊഴിലെടുക്കാൻ, അതായത് തേയിലത്തോട്ടത്തിൽ തൊഴിലെടുക്കാൻ വന്ന സമയത്താണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കാട്ടാനകളുടെ വലിയ കൂട്ടമായി പട്ടാപ്പകൽ ഇറങ്ങി വരുന്നു. ആ പ്രദേശത്തുള്ള തൊഴിലാളികളെയൊക്കെ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ട്. ഇതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. ഈ പരിക്കേറ്റ സ്ത്രീയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ആ തോട്ടത്തിൽ ആനക്കൂട്ടം, അതിൽ നിന്നൊരു ആന വന്ന് ആക്രമിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു.